PSC ഡിഗ്രി ലെവൽ എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു മാത്സ് ക്വസ്റ്റ്യൻ ആണെന്ന് നോക്കുന്നത്. ഒരു സംഖ്യയിലെ 12% കുറച്ചാൽ 1760 കിട്ടുമെങ്കിൽ സംഖ്യ ഏത് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഏതൊരു സംഖ്യയും എന്തെടുത്തു കഴിഞ്ഞാലും അതിനെ 100% എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ മുഴുവനായിട്ടുള്ള ഭാഗമാണ്. സംഖ്യ ആയാലും സ്ഥലമായാലും എന്തെടുത്താലും 100% എന്ന് പറയുന്നത് അതിൻ്റെ മുഴുവനാണ്. അപ്പോൾ അതിൻ്റെ 12% കുറച്ചാൽ 12% കുറച്ചാൽ എന്ന് പറയുന്നത് ബാക്കി എത്ര ഉണ്ടാവും? ആ 100%ത്തിൽ നിന്ന് 12% കുറയ്ക്കുക. അപ്പോൾ എത്ര ഉണ്ടായിരിക്കും അവിടെ ബാക്കി? 88% ഉണ്ടായിരിക്കും. ആ 88% എത്രയെന്ന് പറഞ്ഞിരിക്കുന്നത്? 1760 എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? 88ൻ്റെ മൾട്ടിപ്പിളാണ്, അതായത് 88ൻ്റെ ഡബിളാണ് 176. അതായത് 88നെ 20 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുമ്പോഴാണ് 1760 കിട്ടുന്നത്. അപ്പോൾ 100% എന്ന് പറയുന്നത് എത്രയായിരിക്കും? അതിന് 20 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുന്നത്. സിമ്പിളല്ലേ? അതായത് 2000 ആയിരിക്കും ഇവിടെ ആ സംഖ്യയായിട്ട് വരിക. ഇനിയിപ്പോൾ ഇത് പെട്ടെന്ന് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ നോർമൽ രീതിയിൽ പറഞ്ഞാൽ സംഖ്യ എന്ന് പറയുന്നത് എക്സ്, അതിൻ്റെ 12% കുറച്ചാൽ സംഖ്യയിൽ നിന്ന് അതിൻ്റെ 12% കുറയ്ക്കുക. എക്സിൽ നിന്ന് അതിൻ്റെ 12% കുറയ്ക്കുമ്പോൾ 1760 കിട്ടുക. അപ്പോൾ അതെന്താ പറയുക? ഇതും അതേപോലെ തന്നെ 100x - 12x / 100 = 1760 എന്ന് വരും. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ എന്ത് വരും? 88x = 1760. ഇവിടെ ÷ 100. 88ഉം 1760ഉം ക്യാൻസൽ ചെയ്യുമ്പോൾ എന്ത് വരും? ഇവിടെ 20 എന്ന് വരും. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് എന്ത് കിട്ടും? 20 × 100 2000 എന്ന് കിട്ടും. ഇതും അതേപോലെ തന്നെയാണ്, രണ്ടും ഒരേ രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ 2000.